ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കാവിലക്കിളിപ്പാട്ടുകൾ കേട്ടും പൂവ് കണ്ടും പറന്നു ചെല്ലല്ലേ, കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും. തോട്ടുവക്കിലെ കൈതയ്ക്കകത്ത് തെറ്റിപ്പൂത്ത പടർപ്പിനകത്ത് കാറ്റു തിന്നു കഴിയുന്ന വർഗം കാത്തിരിപ്പൂ കരുതി നടക്ക. കടമനിട്ടയുടെ കോഴി എന്ന കവിതയിലെ ശകലങ്ങളാണിത്. ലക്ഷണമൊത്ത ലൈംഗിക കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ആ യുവ കോൺഗ്രസ് MLAയിൽ നിന്ന് വന്നത്. നമ്മൾ കണ്ടു, അത് കേട്ടു. അരാഷ്ട്രീയ സിനിമയിലെ വിരുദ്ധന്മാർക്ക് വിഭവം വിളമ്പും പോലെ ആ ചീഞ്ഞളിഞ്ഞ മാമ്പഴപ്പായസ വിശദീകരണം ഇന്നലെ നമ്മൾ കേട്ടു. പക്ഷേ ഏറ്റവും ഗൗരവം മുതിർന്ന നേതാക്കൾ, സ്പഷ്ടമായി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ്, ആ ചീമുട്ടയ്ക്കുമേൽ ഇപ്പോഴും അടയിരുന്ന് സംരക്ഷണം ഒരുക്കുന്നു എന്നത് തന്നെയാണ്. പരസ്യമായി പലതും പറഞ്ഞെങ്കിലും ആ പഴയ സമീപനം ഇപ്പോഴും കാണാം നമുക്ക് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വത്തിൽ നിന്ന്. ശ്രീകണ്ഠൻ MPയുടെ പിന്നീട് തിരുത്തിയ വാക്കെങ്കിലും ആദ്യം പുറത്തു വന്നത്. പിന്നീട് യൂത്തന്മാരുടെ തന്നെ ഗ്രൂപ്പിൽ മാങ്കൂട്ടത്തിലിൻ്റെ അനീതിയെ ചോദ്യം ചെയ്തവർക്ക് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചില ലക്ഷണങ്ങളാണ്. പിച്ച് ചിന്തപ്പെട്ട ചതിയിലൂടെ ഉള്ളിൽ വളർത്തിയ ഭ്രൂണത്തെ, ജീവനെ കശാപ്പ് ചെയ്യാൻ നിർലജ്ജം ഒരു മാതൃഹൃദയത്തോട് പറയുന്ന യുവരക്തത്തിൻ്റെ ആ ക്രൂരത കാണുന്നുണ്ടോ? പിതൃവാത്സല്യത്തോടെ പരാതികൾ പരിഹരിക്കുന്ന പ്രതിപക്ഷ നേതാവെ അങ്ങ് ആദ്യമൊരുക്കിയ അതേ സംരക്ഷണം ഇപ്പോഴും ഒരുക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ പാർട്ടി നേതൃത്വം കാട്ടുന്ന സമീപനങ്ങളിലാകെ നിഴലിക്കുന്നത്. യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തനല്ലാത്തയാൾ എങ്ങനെ പാലക്കാട് ജനതയെ പ്രതിനിധീകരിക്കും? കുറ്റകൃത്യങ്ങൾക്ക് പിതൃവാത്സല്യമൊരുക്കിയയാൾ എങ്ങനെ പ്രതിപക്ഷ നേതാവായി തുടരും? ആലോചിക്കേണ്ടത് ആദ്യം കോൺഗ്രസ് തന്നെയല്ലേ? ഈ ചോദ്യത്തോടെ ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. നമ്മുടെ അതിഥികളെ പരിചയപ്പെടാം. AK ഷാനിബ്, മുൻ കോൺഗ്രസ് നേതാവ്. സിമി റോസ്ബെൽ ജോൺ, മുൻ AICC അംഗം. ദുൽകിഫിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. അഭിഭാഷകനും നിയമവിദഗ്ധനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് PA പ്രിജി എന്നിവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. ഞാൻ ആദ്യം പോകുന്നത് സിമി റോസ്ബെൽ ജോണിനോടാണ്. ശ്രീ സിമി റോസ്ബെൽ ജോൺ ഒരു വനിതയാണ്, AICCയുടെ മുൻ അംഗമായിരുന്നു. പല പരാതികളും, ഇതിന് സമാനമായ പല പരാതികളും പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട് നീണ്ടു നിവർന്ന വലിയൊരു ഭാവി ബലിയഴിക്കേണ്ടി വന്ന പൊതുപ്രവർത്തകയാണ്, മുൻ കോൺഗ്രസ് നേതാവാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന സിമി റോസ്ബെൽ ജോൺ. ഞാൻ താങ്കളോട് ചോദിക്കുന്നു, ഈ ഘട്ടത്തിൽ ഈ യുവ MLAക്ക് എതിരെ വരുന്ന ആരോപണങ്ങൾ, വസ്തുതകൾ, വീഡിയോ ഓഡിയോ സംഭാഷണങ്ങൾ ഒക്കെ ഈ ഘട്ടത്തിൽ താങ്കൾക്ക് എന്തു തോന്നുന്നു? ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുക്കുന്ന നിലപാടടക്കം. പറഞ്ഞോളൂ. നമസ്കാരം. താങ്കളുടെ ചോദ്യത്തിന് നന്ദി. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് കടുത്ത വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മാത്രമാണ് മറ്റുള്ള KPCC പ്രസിഡന്റ് അടക്കം എന്നോട് പറഞ്ഞു, ആർക്കും 3 വനിതകൾ എന്നോട് പറഞ്ഞ പരാതിയുടെ പേരിൽ എന്നെ പുറത്താക്കണം എന്ന് ആർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. VD സതീശന് എന്നോടുള്ള ആനപ്പക, കടുത്ത പക തീർക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ പുറത്താക്കിയത്. എന്നെ പുറത്താക്കുവാൻ ശ്രമിച്ച അതിനുവേണ്ടി പരിശ്രമിച്ച വനിതകൾ ആരൊക്കെയാണ്? ഒന്ന്, സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തൊരു വനിത, അവരിപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അവരിപ്പോൾ മീഡിയ സെല്ലിൻ്റെ ചെയർപേഴ്സണാണ്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഇലക്ഷന് 1 വോട്ട് കിട്ടിയ, സ്വന്തം വോട്ട് കിട്ടിയ രാജ്യസഭാ അംഗം. പിന്നീട് DICയിലും NCPയിലും പോയി ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് തിരിച്ച് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായി തിരിച്ചു വന്ന 5 തവണ അസംബ്ലിയിലും പാർലമെൻറ്റിലും മത്സരിച്ച് പരാജയപ്പെട്ട ബിന്ദു കൃഷ്ണ. അപ്പോൾ ഇങ്ങനെയുള്ള വനിതകളാണ് ഈ VD സതീശൻ്റെ ആ ടീം എന്ന് പറഞ്ഞാൽ എല്ലാ ഹൃദയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വികാരം ഉൾക്കൊള്ളുന്ന, പോരാടുന്ന ഓരോ പ്രവർത്തകരുടെയും ഓരോ നേതാവിൻ്റെയും ആത്മവീര്യം കെടുത്തുന്ന വനിതകളാണ്.
പ്രത്യേകിച്ച് ദീപ്തി മേരി വർഗീസ് റിബലായി മത്സരിച്ച് 3-ാം സ്ഥാനത്ത് വന്ന് വിരലിൽ എണ്ണാവുന്ന വോട്ടുകളുമായി കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം അന്ന് ശ്രീ എൻ വേണുഗോപാലിനോടുള്ള കടുത്ത പക കൊണ്ട് ശ്രീ വി.ഡി. സതീശൻ അവരെ റിബലായി മത്സരിപ്പിച്ചു. അദ്ദേഹം കൊച്ചി കോർപ്പറേഷന്റെ മേയർ ആകാതിരിക്കാനായിട്ട് ഈ ഒരു വോട്ടിന്റെ വ്യത്യാസത്തിലാണെന്ന് കൊച്ചി കോർപ്പറേഷന്റെ ഭരണം നഷ്ടമായത്. ഈ ആനപ്പക സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു നേതാവാണ് ശ്രീ വി.ഡി. സതീശൻ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൽ ഏകദേശം 12 വർഷത്തോളം ബഹുമാന്യനായ ശ്രീ കെ.സി. വേണുഗോപാൽ എം.പിയോടൊപ്പം അതുപോലെ തന്നെ ശ്രീ അനിൽകുമാറിനോടൊപ്പം, അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ബോർഡ് ചെയർമാനാണ്, അനിൽകുമാറിൻ്റെ ഒപ്പം ഏകദേശം 8 വർഷത്തോളം ഞാൻ പ്രവർത്തിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരാരും, അതുപോലെ അതിനു മുമ്പുണ്ടായിരുന്ന പന്തളം സുധാകരൻ, അതിനു മുമ്പുണ്ടായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി വലിയൊരു നിര, VM സുധീരൻ അടക്കം ഒരു വ്യക്തി പോലും ഒരു പരാതി, ഒരു സ്ത്രീ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് യൂത്ത് കോൺഗ്രസിനെ ഇദ്ദേഹത്തിന് അണികളൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വെട്ടി നിരത്തി ഇദ്ദേഹത്തിന് മനസ്സിലായി, അതായത് അധികാരം കയ്യിലുണ്ടെങ്കിൽ ഈ അണികളൊക്കെ ആ ഗ്രൂപ്പിൽ നിന്നും, എ ഗ്രൂപ്പിൽ നിന്നും, ഐ ഗ്രൂപ്പിൽ നിന്നും, കെ.സി. വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിൽ നിന്നുമൊക്കെ ചോർന്ന് രമേശ് ചെന്നിത്തലയെ ആദ്യമേ ഇദ്ദേഹം വെട്ടി നിരത്തി നിലംപരിശാക്കിയല്ലോ. അപ്പോൾ ഇദ്ദേഹം എല്ലാവരെയും വെട്ടി താങ്കൾക്ക് താങ്കളുടെ ഭാവിയെ കെടുത്തും വിധത്തിൽ ഇവർ ഇടപെട്ട കാര്യം, ഒരു സ്ത്രീ എന്ന നിലയിലുള്ള താങ്കളുടെ വളർച്ചയെ തടഞ്ഞ കാര്യം താങ്കൾ ഇപ്പോൾ വിശദീകരിച്ചു, അതിൽ വ്യക്തമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പുറത്തെത്തുന്നത് പോലെയോ അല്ലെങ്കിൽ അതിന് സമാനമായോ ദുരനുഭവം താങ്കൾക്ക് കോൺഗ്രസിൽ നിന്ന്, ഈ നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ പരാതികളോട് ഇവർ പ്രതികരിച്ചത് എങ്ങനെ? അതുകൂടി ഒന്ന് ചേർത്താൽ. മറ്റതികളിലേക്ക് പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വരുത്താം, താങ്കളൊന്ന് വിശദീകരിക്കും. ഞാൻ ഇദ്ദേഹത്തോട് പറയാം, ഇദ്ദേഹം KSUവിലെ യൂത്ത് കോൺഗ്രസിലെ ഒരു ദിവസം പോലും ഒരു KSUവിൻ്റെ ജില്ലാ ഭാരവാഹിയായിട്ടില്ല, സംസ്ഥാന ഭാരവാഹിയായിട്ടില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയായിട്ടില്ല, സംസ്ഥാന ഭാരവാഹിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കഷ്ടപ്പാടോ വേദനയോ സഹനമോ പോരാട്ട വീര്യമോ ഒരു പോലീസിൻ്റെ ഒരു മർദ്ദനമോ ഒന്നും ഏൽക്കാത്തതിൻ്റെ സുഖലോപതയിൽ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ പെട്രോൾ അടിക്കാതെ ഉന്തിക്കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് അദ്ദേഹത്തെ കണ്ടിരുന്നത്. അപ്പം ഞാൻ പറയാം, അദ്ദേഹം പെട്ടെന്നൊരു ദിവസം അർദ്ധരാത്രിയിൽ കുട പിടിക്കുന്നത് പോലെയാണ് അദ്ദേഹം നേതാവായത്. ആ വ്യക്തി എന്നെ വേർബൽ അബ്യൂസ് ചെയ്തത് ഈ 5 വർഷമാണ് ഞാൻ ക്ഷമിച്ചത്. 5 വർഷം. ഏറ്റവും ആദ്യം ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല അന്ന് KPCC പ്രസിഡന്റാണ്. എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഈ മുറ്റത്ത് വെച്ച് എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. സിമി റോസ്ബൽ ജോൺ പാർട്ടിയിൽ ഇത്രയും 25 വർഷം, ഒരു പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ഒരാളാണ്. അവർക്ക് എന്തെങ്കിലും നൽകണം, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ. എത്രയോ അവസരങ്ങൾ എനിക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ചുണ്ടിനും കപ്പിനും ഇടയിൽ തെറിച്ചുപോയ എത്രയോ ഞാൻ തിരിച്ചെത്താം. താങ്കൾ നേരിട്ട അനുഭവങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു. ഒരു സ്ത്രീ പൊതുപ്രവർത്തകയ്ക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളുടെ നേർചിത്രം അത് അവസാനിക്കുന്നില്ല. അത് താങ്കളുടെ അനുഭവത്തിൽ നിന്നുകൂടിയാണ് ഈ ഘട്ടങ്ങളിൽ പ്രതിഫലിക്കുന്ന വാക്കുകൾ ബോധ്യമാക്കുന്നത്. സിമി റോസ്ബൽ ജോൺ, ഞാൻ തിരിച്ചെത്താം. ശ്രീ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദുൽകിഫിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. ദുൽകിഫിൽ, യൂത്ത് കോൺഗ്രസ് ഒക്കെ വലിയ പ്രമുഖവും പാരമ്പര്യവുമായ പോരാട്ട വീര്യങ്ങളുടെ ഒരു പ്രസ്ഥാനമായി തന്നെയാണ് മതേതര കേരളം കാണുന്നത്. പക്ഷേ അതിന് കളങ്കം ചാർത്തുന്ന കൈകൾ, അത് ഒറ്റപ്പെട്ട ഒന്നല്ല. അതിനെ പിന്തുണയ്ക്കുന്നവർ, പ്രതിപക്ഷ നേതാവ് അടക്കം ആ പിന്തുണയ്ക്കുന്നവരുടെ പ്രതിക്കൂട്ടിലേക്ക് എത്തുകയാണ്. മാത്രമല്ല, താങ്കളെപ്പോലെയുള്ള അനീതികളെ എതിർക്കുന്ന കോൺഗ്രസ്സിനുള്ളിലുള്ളവർക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനീതിയെ എതിർത്തു ഇപ്പോൾ കാണുന്ന സംഭവവികാസങ്ങളിൽ നിന്ന് പാർട്ടിയുടെ യശസ് വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നതാണ് വസ്തുത കേൾക്കുന്നത്. ദുൽകിഫിൽ, താങ്കൾക്ക് കേൾക്കാം, താങ്കൾ പറയുന്നത് കേൾക്കാം. ദുൽകിഫിൽ കേൾക്കാം. ദുൽകിഫിൽ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനീതിയെ ചോദ്യം ചെയ്യുന്നവർക്ക് ഒരു കേൾക്കാമോ? ദുൽകിഫിൽ,
ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അനീതിയെ ചോദ്യം ചെയ്യുന്നവർക്ക് പോലും നിലനിൽപ്പില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാതൃകാപരമായ ഒരു നടപടി ഇപ്പോഴും എടുക്കുന്നില്ല. മുൻപുണ്ടായിരുന്ന മുതിർന്ന നേതൃത്വത്തിൻ്റെ അതേ പ്രൊട്ടക്ഷൻ ഇപ്പോഴും തുടരുന്നു. ഇതാണ് കേരളത്തിൻ്റെ പരിഭവം, പരാതി, ഏറ്റവും പ്രധാനം. ദുൽഖിഫിൽ, ഈ വിഷയത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത ചരിത്രപരമായ തീരുമാനമാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. ഞങ്ങൾ ഈ ആരോപണമുയർന്ന് ഒരു പാർട്ടി കമ്മീഷനെയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഈ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു. അത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കാലത്തും ചെയ്തിട്ടില്ല. സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അന്വേഷണ കമ്മീഷനെ വെച്ച് അതിനുശേഷമാണ് തീരുമാനങ്ങൾ എടുക്കാറ്. ഞങ്ങളിതിലൊരു തീവ്രതയും അളക്കാൻ പോയിട്ടില്ല, ഒരു തരത്തിലുള്ള സമീപനമൊന്നുമില്ല. അതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സമയം വരെ ഒരു പരാതിയും ഒരു പോലീസ് സ്റ്റേഷനിലും വന്നിട്ടില്ല എന്നുള്ളതാണ്, ഒരു നിയമ സംവിധാനത്തിലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെയും യൂത്ത് കോൺഗ്രസിനെയും പ്രതിസ്ഥാനത്ത് നിർത്താൻ സാധിക്കുക? ഞാൻ പറയട്ടെ, കേരളത്തിലെ പ്രതിപക്ഷ കേരളത്തിലെ പ്രതിപക്ഷ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് പറയാം, അല്ലാണ്ട് നമുക്ക് ഇത് അതിനിടയിൽ കയറി നിങ്ങൾ പറയും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഏതെങ്കിലും തരത്തിൽ UDFന്റെ ഏതെങ്കിലും MLAക്ക് ചെറിയ രീതിയിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുന്നപ്പോഴടക്കം വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ്, സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് ആ തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയെയും യൂത്ത് കോൺഗ്രസ് പാർട്ടിയെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനോട് 1% പോലും യോജിക്കാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ആക്രമം, അതൊക്കെ എല്ലാ കാലത്തും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടെടുക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ആക്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഇത്തവണയും ആക്രമമൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ, ഉള്ളിലെ ഗ്രൂപ്പിൽ പോലും, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും അനീതി ചോദ്യം ചെയ്യപ്പെട്ടവർ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, താങ്കൾ അതേക്കുറിച്ച് സംസാരിക്കേണ്ട. പക്ഷെ അങ്ങനെ ഒരു എലമെന്റ് ഇപ്പോഴും അതിലുണ്ടിൽ സജീവമാണെന്ന് പുറത്തൊരാൾക്ക് തോന്നില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് സ്വാഭാവികമായിട്ടും അത് പിന്നെ ജനങ്ങൾ വിലയിരുത്തട്ടെ, അത് വേറെ കാര്യം. അത് ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ട് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല, അതിൽ ഞങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വെച്ച് അതിൻ്റെ അളവ്, തീവ്രത അളന്ന് ആ രീതിയിലൊക്കെ ഒന്ന് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ഇതിലൊരു ആ രീതിയിലേക്കുള്ള. പക്ഷേ ഇന്ന് ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്ന് ആദ്യം വന്ന കമന്റ്, ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്ന് ആദ്യം വന്ന കമന്റ് 1. 2, ഇത്തരം പരാതികൾ എല്ലായിടത്തുമില്ലേ എന്ന് ഇന്നലെ VD സതീശൻ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. പുറത്ത് പറയുന്നതിന് പരിമിതി ഉള്ളതുകൊണ്ട് അത്രേ പറഞ്ഞുള്ളൂ എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഉച്ചയ്ക്ക് 1:30 ജസ്റ്റ് മുമ്പ് വന്നു നിന്ന് പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്താണ്? എനിക്ക് മുതിർന്ന നേതൃത്വത്തിൽ നിന്നൊന്നും ഒരു വിധത്തിലും രാജിയുടെ സമ്മർദ്ദമില്ല, പക്ഷേ ഞാൻ എൻ്റെ ധാർമ്മികതയ്ക്കനുസരിച്ച്, തൻ്റെ ധാർമ്മികതയ്ക്കനുസരിച്ച് താൻ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലേ ശ്രീ ദുൽഖിഫിൽ? അപ്പോൾ എങ്ങനെയാണ് ഒരു പാർട്ടി എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ കൈ കഴിയാനാകുന്നത്? അല്ല, അതിൽ പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഇപ്പം ഇന്ന് KC വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ കേരളത്തിലെയും ഇന്ത്യയിലെയും അവസാനത്തെ വാക്ക് പറയുന്ന അല്ലെങ്കിൽ വക്താക്കളിൽ ഒരാളായ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പാർട്ടി അറിഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇനി സംസാരമില്ല, അത് അടഞ്ഞ അധ്യായമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഏകദേശം 6ഓളം നേതാക്കന്മാരുടെ പേര് വിവരങ്ങളുണ്ട്. അതിൽ മുകേഷുണ്ട്, അതേപോലെ തന്നെ എൻ്റെ ജില്ലക്കാരനായ ശശീന്ദ്രൻ മന്ത്രിയുണ്ട്, ശശിയുണ്ട്, അതേപോലെ തന്നെ കണ്ണൂരിലെ ശശിയുണ്ട്, ഐസക് ഉണ്ട്, അതേപോലെ തന്നെ ശ്രീകണ്ഠനുണ്ട്. ഈ പറയുന്ന ആളുകൾ, മുൻ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, നമ്മളെ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം വന്നപ്പോൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? നമുക്കറിയാം. അത് പിന്നെ കായിക താരങ്ങൾ, ഗുസ്തി താരങ്ങൾ
നമ്മുടെ ഡൽഹിയിൽ വെച്ചുകൊണ്ട് ഒളിമ്പിക്സ് മെഡലടക്കം വലിച്ചെറിഞ്ഞുകൊണ്ട് ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റായിരുന്ന ബ്രിജേഷ് ഭൂഷണെതിരെ വലിയ ആരോപണങ്ങളുമായി വന്നപ്പോൾ BJP എന്താണ് ചെയ്തത്? അപ്പോൾ അദ്ദേഹത്തിന് നമുക്കറിയാം JDS നേതാവായ പ്രജ്വൽ രേവണ്ണയെ കുറിച്ച് വന്ന സമയത്ത് എന്താണ് ചെയ്തത്? ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ആ തരത്തിലേക്ക് ഞങ്ങളെ ആക്ഷേപിക്കാനോ ആക്രമണം നടത്താനോ ചില ആരോപണങ്ങളുടെ പേരും അതുമായി ബന്ധപ്പെട്ട പൂർവ്വകാലങ്ങളും പറഞ്ഞ് മറച്ചു പിടിക്കാവുന്ന ഒരു കുറ്റവും തെറ്റുമാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടായത്? ഒരു പെൺകുട്ടിയോട് താൻ സൃഷ്ടിച്ച ഗർഭം അലസിപ്പിക്കൂ എന്ന് പറഞ്ഞടക്കമുള്ള വീഡിയോ കേട്ടില്ലേ ദുൽഖിഫിൽ? താങ്കൾ ഒരു പൊതുപ്രവർത്തകനാണ്, യുവ നേതാവാണ്. ഈ സമയം വരെ ഒരു കുട്ടി പോലും ഇതിൽ പറഞ്ഞ ഇരകൾക്കൊരു ധാർമ്മികതയില്ലേ? അത് പറഞ്ഞത് ശരിയാണെങ്കിൽ അവർ നിയമ സംവിധാനത്തിൽ വരണം. ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത്. അവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കണ്ടേ? അവർക്കൊരു ധാർമ്മികതയില്ലേ? ആ ധാർമ്മികത അവർ പുലർത്തേണ്ടത്. ഞങ്ങൾ ഈ പറയുന്ന ഇരകളോടൊപ്പം പ്രസ്ഥാനം എടുക്കുകയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യുമ്പോൾ ഈ ഇരകൾക്കൊരു ധാർമ്മികതയില്ലേ? ആ ധാർമ്മികത അവർ പുലർത്തണ്ടേ? അത് ശരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായി കൂടി നിലനിൽക്കുന്ന പരാതിയുമായി രംഗത്തെത്തും എന്നാണ് ദുൽഖിഫിൽ പറയുന്നത്. ശരിയാണ്, അത് ശരിയാണ്, തീർച്ചയായും. ഞാൻ തിരിച്ചെത്താം. അതായത് നിയമപരമായിട്ട് അങ്ങനെ കൂടി വരണം. പക്ഷേ ഞാൻ ചോദിച്ചത് പാർട്ടി എന്ന നിലയിൽ നിങ്ങളുടെ ധാർമ്മികതയും അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന വശവുമാണ്. പാർട്ടിയുടെ ധാർമ്മികത കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തെ മാറ്റിയത്. യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തമല്ലാത്ത ഒരാൾ എങ്ങനെയാണ് പാലക്കാട് ജനതയെ പ്രതിനിധീകരിക്കുന്നത് ദുൽഖിഫിൽ? നിയമപരമായിട്ട് ഒരു കേസും ഇന്ന് കേരളത്തിൽ എവിടെയില്ല. മുകേഷ് എം എൽ എക്കെതിരെ FIR ഉണ്ട്. എൻ്റെ അടുത്ത് അതിന്റെ കോപ്പിയുണ്ട്. ആ MLA നിങ്ങൾ എന്താണ് ചെയ്തത്? CPM എന്ന് പറയുന്ന സമ്മേളനത്തിൽ നടത്തിയ രാഷ്ട്രീയ പാർട്ടി മുമ്പ് നടന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ അദ്ദേഹം ഈ മുകേഷിന്റെ തന്നെ കാര്യം നോക്കിയാൽ മുകേഷിന്റെ തന്നെ കാര്യം നോക്കിയാൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലത്ത് വന്നിരുന്ന ആരോപണമാണത്. ഇതങ്ങനെയല്ല. ഇത് സ്പഷ്ടമായി ഒരു പെൺകുട്ടിയോട് നീ ഗർഭചിത്രം ചെയ്യൂ എന്ന് പറയുന്നു. ഒന്നല്ല, 2020 മുതൽ എന്റെ ദുൽഖിഫിലെ താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, താങ്കളുടെ കൂടി ഭാഗവാക്കായിരുന്ന ആൾ, താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗവാക്കായിരുന്ന ആൾ, ഇപ്പോഴും ആ പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ആൾ, ഭാരവാഹിത്വം പോയെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ചുമതലകൾ പോയെങ്കിലും, അങ്ങനെയുള്ള ഒരാൾ പറയുകയാണ് ഒരു പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വീഡിയോ പുറത്തെത്തുകയാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, എത്തുന്നവരൊക്കെ ഇനിയും എത്താൻ സാധ്യതയുള്ള പരാതികളുടെ സൂചനകൾ വ്യക്തമാക്കുന്നു. 2020 മുതൽ, ഇപ്പോൾ തുടങ്ങിയതല്ല. ഏതെങ്കിലും ഒരു പ്രവർത്തന മണ്ഡലത്തിൽ ചുറ്റുമുള്ളവരോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കുറ്റകൃത്യം എന്ന നിലയിൽ പോലും അതിനെ കാണാനാകില്ല. ഇത് പടർന്നൊഴുകുകയായിരുന്നു. അങ്ങനെ എല്ലാവരിലേക്കും വർഷങ്ങളായി ഓഡിയോ എത്തുന്നു. ഇതിനെയൊക്കെ ഏതെങ്കിലും ഒരു ആരോപണത്തിൻ്റെ പരാതി കണ്ട് പ്രതിരോധിക്കാനാകുമോ ദുൽഖിഫിൽ? ഞാൻ തിരിച്ചെത്താം. ഞങ്ങൾ അങ്ങനെ പ്രതിരോധിക്കാത്തത് കൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ 24 മണിക്കൂർ മുമ്പ് അദ്ദേഹം രാജിവെക്കും പാർട്ടി ആവശ്യപ്പെട്ടു. അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാലക്കാട് MLA സ്ഥാനമോ? അങ്ങനെയാണെങ്കിൽ ഈ കുറ്റകൃത്യം ഒളിച്ചു വെച്ച പ്രതിപക്ഷ നേതാവോ? അല്ല, പ്രതിപക്ഷ നേതാവൊന്നും ചെയ്തില്ല. പ്രതിപക്ഷ നേതാവ് കൃത്യമായി ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമാണ്. ശ്രീ എ കെ ഷാനിബ് അങ്ങനെയാണോ? താങ്കൾ മുൻ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഈ പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. വളരെ കഷ്ടപ്പെട്ട് ഒരു വളരെ വൃത്തികെട്ട സ്വഭാവം പ്രകടമാക്കിയ ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടി മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഷാനിബ് ഫ്രീസായെന്ന് തോന്നുന്നു. ഷാനിബ് ഞാൻ തിരിച്ചെത്താം. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞാൻ ഉടൻ തിരിച്ചെത്താം. ഷാനിബ് തുടരണം. ഞാൻ അഡ്വക്കേറ്റ് PA പ്രിജിയിലേക്ക് കൂടി പോവുകയാണ്. പ്രിജി, ഒരു നിയമവശം, താങ്കളൊരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. രാഷ്ട്രീയത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിൻ്റെയും വിദ്യാർത്ഥി രംഗത്തും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഞാൻ താങ്കളെ ഒരു നിയമപരിപ്രേക്ഷ്യത്തിലാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഒരു കുറ്റകൃത്യം, ഇത്ര സമാനമായി ഇത്ര വലിയൊരു കുറ്റകൃത്യം
പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ പിതൃവാത്സല്യത്തോടു കൂടി ആ പരാതി പരിഹരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ നിയമപരിരക്ഷ ഉണ്ടോ? കാരണം വി.ഡി. സതീശനും ഒരു നിയമം പഠിച്ച വ്യക്തിയാണ്. നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കുറേയേറെ ന്യായീകരണങ്ങൾ നിയമപരമായി പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ 2 ദിവസക്കാലമായി കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിതൃവാത്സല്യത്തോടുകൂടി ഒരു നിയമപരമായ പരാതി അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നൊരു പരാതി നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി ഈ പിതൃവാത്സല്യത്തെ നിയമത്തിൻ്റെ ഒരു ഘട്ടത്തിലും നിർവചിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ ഈ പിതൃവാത്സല്യമുള്ള കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പുത്രിയെപ്പോലെ കാണുന്ന ആ പെൺകുട്ടി സകലവിധ മാധ്യമങ്ങളുടെ മുമ്പിലും വന്നിരുന്ന് മാധ്യമങ്ങളുടെ എല്ലാ വിചാരണയ്ക്കും വിധേയമായി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആ പിതൃവാത്സല്യം ഉയർത്തെഴുന്നേറ്റത് എന്നത് വളരെ ഗൗരവതരമായി കേരളത്തിലെ സമൂഹം മനസ്സിലാക്കണം. ആ പെൺകുട്ടി പറഞ്ഞത് പിതൃവാത്സല്യത്തോടുകൂടി ഈ പരാതി പലതവണ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരോട്, അതിൽ ഈ പിതൃവാത്സല്യം ഉൾപ്പെടെയുള്ള ആളുകളോട് നിരവധി പ്രാവശ്യം പല തരത്തിൽ പല രൂപത്തിൽ ആ പെൺകുട്ടി പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് പരിഹാരം കിട്ടുന്നില്ല. ഇതായിരുന്നല്ലോ ആ പെൺകുട്ടിയുടെ പരാതിയുടെ ഉള്ളടക്കം. ഞാൻ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ആ പെൺകുട്ടി പറഞ്ഞ അതാണ്, ഞാൻ വളരെയേറെ അടുപ്പം പുലർത്തുന്ന ഒരു പ്രസ്ഥാനം, അതിൽ തന്നെ ആ പ്രസ്ഥാനത്തിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളിനെ ഞാൻ പിതൃസമാനമായി കാണും. അവരുൾപ്പെടെയുള്ള സകല ആളുകളോടും നിരന്തരമായി പരാതി പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും കാണാതിരുന്ന ഒരു വിഷയത്തിൽ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആദ്യം സോഷ്യൽ മീഡിയയിലും പിന്നീട് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളിലും വന്ന് ഇന്റർവ്യൂ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ആ പെൺകുട്ടി എത്തിച്ചേരുന്നു. എന്ത് അടിത്തറയാണ് ഇതിനുള്ളത്? പക്ഷെ അതിന് ഈ ചർച്ചയിലടക്കം പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം പോലും നിരത്തുന്ന വാദഗതികൾ വളരെയേറെ തമാശയോടുകൂടി ഞാനത് കേട്ടത്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടിയിൽ അന്വേഷണ കമ്മീഷനില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ മറ്റ് യാതൊരു നടപടികളുമില്ല, ആരെയെങ്കിലും കുറിച്ചൊരു പരാതി പറഞ്ഞാൽ 24 മണിക്കൂറിനകം ഞങ്ങൾ അവരെ ഗളച്ഛേദം ചെയ്ത് കളയും എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് പറയേണ്ടത്? അത് എന്ത് നിയമപരമായ നാച്ചുറൽ ജസ്റ്റിസ് ആണ്? അത് രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ, ഇപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ, ഒരാളൊരു പരാതി പറഞ്ഞാൽ ആ പരാതിയെ സംബന്ധിച്ച് ആ പാർട്ടി ഒരു അന്വേഷണം പോലും നടത്തിയില്ല, അല്ലാതെ അയാളെ ഞങ്ങൾ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ തരത്തിൽ ആരെങ്കിലും വന്ന് ഒരു പരാതി പറഞ്ഞാൽ അങ്ങ് ഒഴിവാക്കി കളയുന്നതാണോ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം? അങ്ങനെയാണോ അത് വേണ്ടത്? എന്നാൽ ഈ ആരോപണ വിധേയനായ വ്യക്തി പറയുന്നത് എന്താണ്? നിങ്ങൾ ആരും എന്നെ ന്യായീകരിക്കണ്ട. അദ്ദേഹത്തിന്റെ വാക്കുകൾ അതല്ലേ, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ആരും തന്നെ എന്നെ ന്യായീകരിക്കണ്ട, എന്നെ ന്യായീകരിക്കാൻ എനിക്കറിയാം, നിങ്ങൾ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ ആരോപണ വിധേയനെ ന്യായീകരിക്കാനാണ് ആ പാർട്ടിയുടെ തന്നെ ആ സംഘടനയുടെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണിത്! സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഏറ്റവും വലിയൊരു വാദം ഒരു FIR ഇല്ല എന്നുള്ളതാണ്. അതേസമയം മുകേഷിന്റെ പേരിൽ ഒരു FIR ഉണ്ട് പോലും. ഇത് രണ്ടിനെയും എങ്ങനെയാണ് ഒരേ ത്രാസിന്റെ 2 തട്ടിൽ വെച്ച് വിലയിരുത്താൻ കഴിയുന്നത്? കേരളത്തിലെ പൊതുസമൂഹം ആലോചിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ, അതായത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ യൂത്ത് വിഭാഗത്തിന്റെ മുഖമായി പ്രവർത്തിക്കുന്ന അതിലെ ഏറ്റവും വലിയ നേതാവിനെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. മുകേഷ് എന്ന് പറയുന്നത് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന, സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തു, അദ്ദേഹത്തെ MLA ആക്കി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. അതുപോലെയാണോ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവിനെതിരെ 1 അല്ല 2 അല്ല, ഇപ്പോ പല മാധ്യമങ്ങളും അവകാശപ്പെടുന്നത് 9 പരാതികൾ.
അതിൽ തന്നെ കേരളത്തിലെ പ്രബലമായ ഒരു മാധ്യമം അവരുടെ ഒരു എഡിറ്റോറിയൽ ചർച്ചയിൽ ഇന്നലെ അതിന്റെ പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ ബോർഡിലുള്ള ആൾ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ തന്നെ മൂന്ന് സ്ത്രീകൾ ഇരിക്കുകയാണ്. അത് അവരുടെ ഒരു അനുമതി ഒന്ന് കിട്ടിയാൽ ആ 3 പേരുടെ അനുഭവങ്ങൾ കൂടി ഞങ്ങൾ എയർ ചെയ്യാൻ തയ്യാറാണ് എന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം പറയുന്ന അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ഭീതിതമാണ് ആ പാർട്ടിയുടെ അവസ്ഥയെന്ന് നമ്മൾ കാണണ്ടേ. അതായത് ആ മനുഷ്യൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഫ്ലിട്ടർ ചെയ്തിട്ടുള്ള, അദ്ദേഹം ശല്യപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകളെ വെച്ച് വേണമെങ്കിൽ കേരളത്തിലെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ നടത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷമാണ് യാതൊരു നാണവും ഉളുപ്പുമില്ലാതെ ആ സംഘടനയുടെ തന്നെ ജനറൽ സെക്രട്ടറി വന്ന് ചോദിക്കുന്നത് ഒരു FIR ഉണ്ടോ എന്ന്. അങ്ങനെ ഒരു FIR എടുത്താൽ മാത്രം അവസാനിക്കുന്നതാണോ രാഷ്ട്രീയ നൈതികത എന്ന് പറയുന്നത്? തീർച്ചയായും അതാണ് ചോദ്യം, അതാണ് അതിലെ കാതലായ ചോദ്യം. ഞാൻ ശ്രീ അഡ്വക്കേറ്റ് PA പ്രജി, ഞാൻ തിരിച്ചെത്താം. ശ്രീ AK ഷാനിബ്, AK ഷാനിബ്, ഞാൻ താങ്കളോട് ചോദിച്ചു വന്നത് ഇതായിരുന്നു. AK ഷാനിബ്, താങ്കളോട് ചോദിച്ചു വന്നത് ഇതായിരുന്നു. അതായത് ഇവിടെ ഏറ്റവും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നിരവധി പരാതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. താങ്കൾക്ക് പോലും വ്യക്തിപരമായി അറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട്. പിന്നീട് അത് മാത്രമല്ല, അത്തരം പരാതികൾക്ക് മേലൊക്കെ പിതൃവാത്സല്യത്തിൽ അടയിരുന്നയാളാണ് ഇപ്പോൾ ഏതോ പുതിയ സംഭവം പോലെ ഇയാളെ തള്ളിപ്പറയാനായി ശ്രമിക്കുന്നത്. പക്ഷേ പൂർണ്ണമായും തള്ളിപ്പറയുന്നില്ല എന്നുള്ളത് വരികൾക്കിടയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ കാണുന്ന പ്രവൃത്തികളിലും മനസ്സിലാവും. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്തോ? അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി വാദിച്ചത്. ശ്രീ AK ഷാനിബ്. അല്ല, എന്റെ സുഹൃത്തായിട്ടുള്ള ദുൽക്കിഫിൽ ഇങ്ങനെ ഇതുപോലെ ഒരു സൈക്കോപാത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരുന്ന് വാദിക്കേണ്ടി വരുന്നതിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് തോന്നുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അതിനുശേഷം കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അതിനുശേഷം മറ്റൊരു യുവതിയും സമൂഹത്തിന്റെ മുൻപിൽ വന്നു നിന്ന്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഒരു നടപടി എന്ന് പറഞ്ഞാൽ 150 ഭാരവാഹികളെ നയിക്കുന്ന ഒരാളെ ആ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റുന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് വോട്ടർമാരെ അല്ലെങ്കിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന, ഒരു നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ആയി അദ്ദേഹം ഇപ്പോഴും തുടരുന്നു. കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അതിനുശേഷം മറ്റൊരു യുവതിയും സമൂഹത്തിന്റെ മുൻപിൽ വന്നു നിന്ന്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഒരു നടപടി എന്ന് പറഞ്ഞാൽ 150 ഭാരവാഹികളെ നയിക്കുന്ന ഒരാളെ ആ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റുന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് വോട്ടർമാരെ അല്ലെങ്കിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന, ഒരു നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ആയി അദ്ദേഹം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഈ പരാതി ഇതിനു മുമ്പ് തന്നെ ഒരു പിതാവിനെ പോലെ കാണുന്ന പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു നടപടി ഉണ്ടായില്ല. എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് അത് പറയേണ്ടി വന്നു എന്ന് ഒരു പെൺകുട്ടി വളരെ കണ്ഠമിടറിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ നിന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഒരാൾ, ജനപ്രതിനിധിയായ ഒരാൾ, അയാൾക്ക് മുമ്പിൽ പോയി ഒരു പരാതി പറഞ്ഞാൽ അതിന് ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ആ പരാതി പറഞ്ഞതിന് ശേഷവും അയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുന്നു. അയാളെ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ MLA സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു. എങ്ങനെയാ മത്സരിപ്പിക്കുന്നത്? അവിടുത്തെ യൂത്ത് കോൺഗ്രസുകാർക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും അവിടുത്തെ DCC ഈ സ്ഥാനാർത്ഥിയല്ലാത്ത മറ്റാരുമായിക്കൊള്ളട്ടെ ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് കത്തെഴുതി കൊടുത്തിട്ടും കെ മുരളീധരനെ പോലെ ഒരു നേതാവ് ഇത് മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ കഴിയുമെങ്കിൽ പരിഗണിക്കണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടും എല്ലാവരും എതിർത്തിട്ടും ഷാഫി പറമ്പിലും VD സതീശനും കൂടി VD സതീശന്റെ മകളെ പോലെയുള്ള ഒരാൾ പരാതി കൊടുത്ത ഒരാളെ തന്നെ അവിടെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന സമയത്ത് നെറുകയിൽ ഉമ്മ കൊടുക്കുകയാണ്. ഇതേ ഈ പറയുന്ന മകളെ പോലെയുള്ള ഒരാൾ പരാതി പറഞ്ഞതിന് ശേഷം ആ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് മിടുക്കനാണ് എന്ന് പറഞ്ഞ് നെറുകയിൽ ഉമ്മ വെക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ്.
അപ്പൊ എന്താണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അയാളുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞു പറഞ്ഞ പരാതിക്ക് അച്ഛനെ പോലെ ഞാൻ എന്താണ് അച്ഛനെ പോലെ ചെയ്തത്, ആരോടും പറയണ്ട, ഒളിപ്പിച്ചു വെച്ചോ എന്ന് പറഞ്ഞു, അതാണോ ചെയ്തത്? അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ആ പരാതി പറഞ്ഞയാളെ, ആർക്കെതിരെയാണോ പരാതി, അയാളെ പിടിച്ച് പ്രസിഡന്റും MLA-യും ആക്കിയെന്നാണോ? അന്ന് ഉമ്മൻചാണ്ടി പിന്നെ വിഭാഗമാണ് ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നയാൾ. അതിനെയും മറികടന്നുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ താല്പര്യവും VD സതീശന്റെ അധികാരമോഹവും ചേർന്നാണ് അന്ന് ആ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഞാൻ അടക്കമുള്ള ആളുകൾ ഒരു കാരണവശാലും പാലക്കാട് രാഹുൽ സ്ഥാനാർത്ഥിയാകരുത് എന്ന് ആവശ്യപ്പെട്ട് നിലപാട് സ്വീകരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ഞങ്ങൾ മിടുമിടുക്കനാണ് എന്ന് പറഞ്ഞ് ഈ സ്ഥാനാർത്ഥിയോട് കൊണ്ടുവരുന്നത്. VD സതീശൻ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്റെ അടുത്ത് ആരും പരാതി പറഞ്ഞിട്ടില്ല, എനിക്ക് ഇതുവരെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ റിനി തന്നെ പറഞ്ഞു ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ടെന്ന്. അത് മാത്രമല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന മറ്റൊരു പരാതി 2022 ഫെബ്രുവരി 9-ന് ഷഹനാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക, കോൺഗ്രസ് ഇപ്പോഴും കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഒരു സഹോദരി, ആ സഹോദരി കുറെ അവർക്കുണ്ടായ ഒരു പ്രശ്നം ഈ ഇതുപോലെ ലൈംഗിക അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പരാതി, ആ പരാതി നിരവധി തവണ ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞു. അപ്പൊ എന്നോട് ഒരു സംസാരത്തിനിടയിൽ അവർ പറയുക, ഞാൻ ഷാഫി പറമ്പിലിന് നിരവധി തവണ പരാതി കൊടുത്തിട്ടും എനിക്കൊരു പരിഹാരം ഉണ്ടായില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കാണും. ഞാൻ കോൺഗ്രസിലുള്ള സമയമാണ്, 2022 ഫെബ്രുവരിയിലാണ്. ഞാൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ നേരിട്ട് പോയി കാണൂ എന്ന് പറഞ്ഞ് അവർ നേരിട്ട് പ്രതിപക്ഷ നേതാവിനെ പോയി കണ്ടു. രേഖാമൂലം പരാതി കൊടുത്തു, പരാതി മുഴുവൻ വായിച്ചു. എന്നിട്ട് പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാനാണ് പറയുന്നത്, നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും, ഒരു പേടിയും പേടിക്കേണ്ട, ഞാനാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ, ആ യുവതി തിരിച്ചയച്ചിട്ട് ഇതുവരെ ഈ നിമിഷം വരെ, ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ആ വിഷയത്തിൽ ഒരു വിളിച്ച് ചോദിക്കലോ ഒരു താക്കീത് കൊടുക്കലോ, നേരത്തെ പറഞ്ഞു വിളിച്ച് താക്കീത് കൊടുക്കുന്നൊക്കെയാ പറഞ്ഞത് ദുൽകിഫിൽ, ഒരു താക്കീത് കൊടുക്കലുണ്ടായിട്ടില്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അയാൾ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നാണം കെട്ട ഒരവസ്ഥ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നേരത്തെ ഒരുപാട് കേസുകളെ കുറിച്ചും പല കാര്യങ്ങളെ കുറിച്ചും ഇവിടെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഒരു 35-36 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, യൂത്ത് കോൺഗ്രസിനെ പിന്നെ നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, MLA ആയിരിക്കുന്ന ഒരാൾ, MLA ആയതിനു ശേഷവും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അതിനു മുമ്പും നിരവധി തവണ ഇപ്പൊ ഒരാൾക്ക് ഒരു പ്രണയം ഉണ്ടാകുന്നു, ആ പ്രണയം തകരുന്നു, അതിലൊരു പരാതി ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ ഒരേ സമയം ഒരുപാട് പെൺകുട്ടികളെ മറ്റൊരു ലക്ഷ്യത്തോടു കൂടി മറ്റൊരു താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതിന്റെ ഭാഗമായി അവർക്കുണ്ടാകുന്ന പിന്നെ അവർക്ക് പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ അതിനെ തീർത്ത് കളയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്ന അതിക്രൂരമായ ഒരു മനുഷ്യനും ഒരിക്കലും ഒരു മലയാളിക്കോ സാധാരണ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത ക്രൂരകൃത്യം ചെയ്ത ഒരാളെ വീണ്ടും അവിടെ MLA ആയി തുടരാൻ ഇവർ അനുവദിക്കുകയാണ്. ഓരോ പുതിയ വാർത്തകൾ. ശ്രീ ഷാനിബ്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത് മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിൽ നിന്ന് ഉണ്ടായ പരാതി സംബന്ധിച്ചാണ്. മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടന്നൊരു പരാതിയെ സംബന്ധിച്ചൊരു സ്ത്രീ പറഞ്ഞ കാര്യം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായി തന്നെ ഉള്ളൊരു സ്ത്രീ പറഞ്ഞ കാര്യവും അതിനോട് പ്രതിപക്ഷ നേതാവ് കാട്ടിയ നിസ്സംഗതയുമാണ്. ഇതിന് സമാനമായ സംഭവങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കൂടുതലായി ഒന്ന് സ്പെസിഫൈ ചെയ്താൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ നിരവധി പരാതികൾ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പോലെ തന്നെ ഈ ഇദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടു കിടക്കുന്ന ആണല്ലോ, അണ്ണൻ തമ്പി എന്നൊക്കെ പറഞ്ഞാണല്ലോ ഈ ഷാഫി പറമ്പിലിനെ കുറിച്ച് പറയുന്നത്. ഷാഫി പറമ്പിൽ ഇപ്പോൾ ഏതാണ്ട് കാണാത്ത അവസ്ഥയിലാണ്, അപ്രത്യക്ഷനായ അവസ്ഥയിലാണ്. ഷാഫി പറമ്പിലിൻ്റെ നിലപാടെന്താണ്? ഇത് ഷാഫി പറമ്പിലിന് അടക്കം അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഞാൻ അതാണ് പറഞ്ഞത്. ഇതുപോലെ ഒന്നുകിൽ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാളുടെ എല്ലാ ചെയ്തികളും ഞാൻ മനസ്സിലാക്കുന്നത്, യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ള സുഹൃത്തുക്കൾ പറയുന്നത്, ഇതിലെ പല സംഭവങ്ങളും കഴിഞ്ഞതിന് ശേഷം
ഈ ഈ പിന്നെ ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇയാൾ, അയാളുടെ പേര് പോലും പറയാൻ നമുക്ക് ഒരു തരത്തിൽ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള ഒരാളാണ്. റിനി യെ കൊണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകര് പേര് പറയിപ്പിക്കാൻ നോക്കുമ്പോൾ അവർക്ക് പേര് പറയാൻ അത്രത്തോളം അറപ്പായത് കൊണ്ടായിരിക്കും അവർ പേര് പറയാതിരുന്നത്. അങ്ങനെ ഒരാൾ ഈ സംഭവങ്ങളിൽ പലതും, ഇപ്പൊ ഏതോ റെനി എന്ന് പറയുന്ന അയാളുടെ സന്തത സഹചര്യമായിട്ടുള്ള ഒരാൾ വാഹനത്തിൽ ഇവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. അപ്പൊ പല സംഭവം കഴിയുമ്പോഴും ഈ പറയുന്ന പിന്നെ പാലക്കാട് MLA ആയിരുന്ന വടകര MP ആയിരിക്കുന്ന ആളോട് ഇതിനെക്കുറിച്ച് അയാൾ സംസാരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്, അയാൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അയാൾ പറഞ്ഞത് ചെളിയിൽ ചവിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് കഴുകിക്കളയണം, നിങ്ങൾ കക്കാൻ പഠിച്ചാൽ പോരാ, നിൽക്കാനും കൂടെ പഠിക്കണം എന്ന് ഉപദേശിച്ചു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൽ നിൽക്കുന്ന ആളുകൾ ഈ വടകര MP കുറിച്ചിട്ട് എന്നോട് ഇന്നും ഇന്നലെയും ഒക്കെയായി ആളുകൾ പറയുന്നത്. അതായത് ഒരു വ്യക്തതയ്ക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തികളോടുള്ള ഷാഫി പറമ്പിലിന്റെ പ്രതികരണമാണോ അത്? അതെ അതെ, തീർച്ചയായിട്ടും. ചെളിയിൽ ചവിട്ടിയാൽ മാത്രം പോരാ, അത് കഴുകി നിൽക്കാൻ പഠിക്കണം അല്ലേ? അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, എന്നിട്ടും അത് മറച്ചു വെച്ചാണ് എൻ്റെ സ്വന്തം അനുജനെ പോലെയാണെന്ന് പറഞ്ഞ് പാലക്കാട് ജനതയെ കബളിപ്പിച്ചത് എന്നാണ് ഷാനിബ് പറയുന്നത്. തീർച്ചയായും എല്ലാ കാര്യം, ഇതിപ്പോ ഞാൻ മാത്രമല്ലല്ലോ. ഇപ്പോ ഹണി ഭാസ്കർ അവരോട് ഒരു സുഹൃത്ത് പറഞ്ഞു, ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും എടുത്തില്ല. അയാൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അയാൾ പറഞ്ഞു മിടുമിടുക്കനാണ് എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഈ തുടക്കത്തിൽ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം, ഇയാളെ പാലക്കാട് മത്സരിപ്പിക്കുകയും ആവശ്യം വരുന്ന സമയത്ത് ഇയാളെ മാറണം എന്ന് ആവശ്യപ്പെടുമ്പോൾ മാറാനും കഴിയുന്ന തരത്തിൽ ഇയാളെ ഒരു സൈക്കോപാത്തിനെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ ഇനിയും പാലക്കാട് വെച്ചുകൊണ്ടിരുന്നാൽ പാലക്കാട്ടെ ജനങ്ങൾ, പല സ്ത്രീകൾക്കും പല ആവശ്യങ്ങളുമായി MLA ഓഫീസിൽ പോകേണ്ടി വരും. ഒരു MLA എന്ന നിലയിൽ വിദ്യാർത്ഥിനികൾക്ക് ഓഫീസിലേക്ക് പോകേണ്ടി വരും, വീട്ടമ്മമാർക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരാൾക്കും സമീപിക്കാൻ കഴിയാത്ത ഒരാളെ പാലക്കാട് MLA ആയി ഇനിയും തുടരാൻ ഇയാൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ, VD സതീശനും ഷാഫി പറമ്പിലും അയാളെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതൊന്നും അറിഞ്ഞില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് മുമ്പിൽ പരാതിയായി നേരിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എത്തി, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ നിഷേധിക്കട്ടെ, അദ്ദേഹം നിഷേധിച്ചാൽ കൂടുതൽ പെൺകുട്ടികൾ വന്ന് പറയും ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിരുന്നു എന്ന് പറയും. അയാൾ നിഷേധിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ സമൂഹത്തോട് വന്ന് പറയട്ടെ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല, എനിക്ക് പരാതി കിട്ടിയിരുന്നില്ല എന്ന് പറയാൻ ആർജവമുണ്ടെങ്കിൽ അയാൾ ഈ ജനങ്ങളോട് വന്ന് പറയട്ടെ, ഞാനിത് അറിഞ്ഞിരുന്നില്ല, ഞാനിത് മനസ്സിലാക്കുന്നു, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ ഈ ഷാഫി പറമ്പിൽ തയ്യാറാകണം. അയാളുടെ സാമ്പത്തിക ഇടപാടുകളും ഇതുപോലെ അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും ഒരു കോക്കസായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ VD സതീശനും ഷാഫി പറമ്പിലും ഈ പറയുന്ന ഈ വ്യക്തിയും കൂടിച്ചേർന്ന ഒരു കോക്കസ് ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പൊ വളരെ വ്യക്തമായി. എന്നെ വിളിക്കുന്ന ആളുകൾ, സഖാക്കൾ മാത്രമല്ല, എന്നെ വിളിക്കുന്ന കോൺഗ്രസിലെ പഴയ സുഹൃത്തുക്കൾ പറയും, നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ വളരെ വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, VD സതീശൻ, ഈ കോക്കസുകളൊക്കെ ഇതൊക്കെ അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയും ഇതിനെയൊക്കെ തരണം ചെയ്തും ഈ സ്ത്രീ വിരുദ്ധതയുമായി പോവുകയായിരുന്നു. അത് സഹായിച്ചിട്ടായാലും ആ രീതിയിൽ ചെളിയിൽ ചവിട്ടിയിട്ടായാലും ഇതാണ് മനസ്സിലാകുന്നത്. ശ്രീ സിബി റോസ്ബെൽ ജോൺ, ഇവിടെ ഷാനിബ് പറഞ്ഞൊരു കാര്യമുണ്ട്. MLA എന്ന നിലയിൽ ഒരു സ്ത്രീക്ക് സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഒരു MLAയോട് എന്തെങ്കിലും നിവേദനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ നൽകാൻ സുരക്ഷിതമായി പോകാനാകില്ല. കാരണം അത്രയേറെ അധമ മനസ്സാണ്. ഒരു ട്രാൻസ്ജെൻഡറിനോട് പറയുകയാണ് ബാംഗ്ലൂരിൽ പോകാം, അവിടെ പോയി നിന്നെ റേപ്പ് ചെയ്യണം. അതാണ്, നോക്കൂ എന്ത് പെർവേർട്ട് സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. അധമമാണ് തൻ്റെ, അവരില്ലെങ്കിൽ ഇപ്പോൾ ഷാനിബ് സൂചിപ്പിച്ചതുപോലെ സൈക്കോപാത്താണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോഴും MLA ആയി തുടരുകയാണ്. ആരാണ് പ്രൊട്ടക്ഷൻ ഒരുക്കുന്നത്? ആരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രൊട്ടക്ഷൻ ഒരുക്കുന്നത്? സിമി റോസ്ബെൽ ജോൺ. ഈ VD സതീശൻ എന്ന വ്യാജ പിതാവില്ലേ, ഈ കുട്ടിയുടെ പിതൃത്വം ഇപ്പം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. ഇദ്ദേഹം എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായാൽ എന്ത് പരാതിയാണ് ഈ 3 വർഷം കഴിഞ്ഞിട്ടാണ് പരാതിക്ക് ഇദ്ദേഹം വന്ന് മീഡിയാസിനോട് ഞാൻ പ്രശ്നം പരിഹരിച്ചു, രാജിവെച്ചു. ആ കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ നിഷ്കളങ്കതയുള്ള ആ മുഖമുള്ള ആ കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി. എവിടെയാണ് ആ കുട്ടിക്ക് നീതി കിട്ടിയത്? ആ കുട്ടി
യൂത്ത് കോൺഗ്രസിന്റെ ഒരു അനുഭാവിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുട്ടിക്ക് അതിൻ്റെ പദവികൾ പോലും നിഷേധിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പരാതി പറഞ്ഞതിൻ്റെ പേരിൽ. ആ കുട്ടിയുടെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അനുഭവമുള്ള ഒരു വ്യക്തിയുടെ ജീവിത കഥയാണിത്. അതിന് നിവർത്തിയുണ്ടെങ്കിൽ ഈ 3 വർഷങ്ങൾക്ക് ശേഷം അത് മീഡിയാസിൻ്റെ മുമ്പിൽ വരില്ലായിരുന്നു. വി.ഡി. സതീശൻ്റെ ഈ പുത്രസ്നേഹം, അദ്ദേഹത്തിൻ്റെ ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ, അദ്ദേഹത്തിൻ്റെ കാപഢ്യത്തിൻ്റെ മുഖമുദ്രയായ ആ വ്യക്തിത്വത്തിൻ്റെ, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ വാട്ടർലൂ ആയി കാണുവാനുള്ള ആ അവസാനത്തെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്ത് സുരക്ഷിതത്വമാണ് ഇനി കേരളത്തിലെ സ്ത്രീകൾക്കുള്ളത്? ഭരണഘടനാ പദവി വഹിച്ചിരുന്ന എന്നെ അദ്ദേഹം വെർബൽ അബ്യൂസ് ചെയ്തതിന് 6 വർഷമാണ് ഞാൻ സഹിച്ചത്. 6 വർഷം. എന്നോടൊപ്പം പബ്ലിക് സർവീസ് കമ്മീഷനിലിരുന്ന 2 വ്യക്തികളെ ഈ വെർബൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ അത് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാവുന്ന ഭാഷയാണോ? പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാവുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു? അതൊന്നും പറയാൻ വേണ്ടി ഈ 2 പേര്, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഞാൻ പറയാം. 2 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹരീന്ദ്രനാഥൻ, അതുപോലെ ബേബി സൺ, ഇവരൊക്കെ ഭാരവാഹികളായപ്പോൾ ഇദ്ദേഹം KPCC പ്രസിഡന്റ് ശ്രീ സുധാകരേട്ടനോട് ചോദിക്കാം. അദ്ദേഹം എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞതാണ്, അവൻ്റെ ജില്ലയാണ്, അവൻ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്, എന്നോട് ക്ഷമിക്കണം മകളെ എന്നാണ് പറഞ്ഞത്. നിന്റെ മെറിറ്റ് തഴയപ്പെടുന്നതിൽ എനിക്ക് വേദനയുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അത് നിഷേധിക്കട്ടെ. ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സ്ത്രീയെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ വെറും ജില്ലയിലുണ്ടായിരുന്ന ഒരു വനിതയെ കൊണ്ടുവരാൻ അത് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികളിലും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ്. ഉമ്മ തോമസിനെതിരെ വോട്ട് ചെയ്തു ഇല്ലേ? ആ സ്ക്രീൻഷോട്ട് ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിച്ചു, LDF-ന് വോട്ട് ചെയ്തു. ഗുരുതരമായ കുറ്റമല്ലേ? ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു പ്രസ്ഥാനത്തിലെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ട് അത് വെല്ലുവിളിച്ചില്ലേ കേരളത്തിലെ മാധ്യമങ്ങളിൽ? അതാണ് സിമി റോസ്ബെൽ ജോൺ പറഞ്ഞ ഒരു കാര്യം. ഞാൻ ദുൽഖിഫിലേക്ക് തന്നെ എത്തുകയാണ്. ദുൽഖിഫിൽ ഈ കാര്യങ്ങളിലൊക്കെ മനസ്സിലാകുന്നത് സ്ത്രീ വിരുദ്ധതയുണ്ട്, തനിക്കെതിരെ നിൽക്കുന്നവരെ എല്ലാം നൈതിക വിരുദ്ധമായി വെട്ടിവീഴ്ത്തുന്നു. അതായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, V.D. സതീശൻ ത്രയം ഈ അർത്ഥത്തിൽ ഒരു ബാഡ് കോക്കസ് പോലെ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുകയാണ്. ഇതാണ് പറയുന്നത്. മുൻ AICC അംഗം കൂടി പറഞ്ഞ കാര്യമാണ് ഞാൻ ക്രോഡീകരിച്ചത്. നമ്മൾ എന്താണ് സംസാരിക്കുന്നത്, നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? അതിനിടയിൽ നിങ്ങൾ അദ്ദേഹത്തെ KPCC സെക്രട്ടറി ആക്കിയില്ല, അതോടൊപ്പം തന്നെ പലതും V.D. സതീശനും അല്ല, ഈ കോക്കസിന്റെ മുഴുവൻ പ്രവർത്തികളുടെ അനുരണനങ്ങളാണ് പറഞ്ഞത്. പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നത് നാണമില്ലേ എന്നാണ് ചോദിക്കാറ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഒരു ആരോപണം ഉന്നയിച്ചു. ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക്, ഈ പറയുന്ന പെൺകുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്തം ആള് പറഞ്ഞത് എന്താണ്? V.D. സതീശൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത്. അദ്ദേഹം ആരെയാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം നിയമ സംവിധാനമായിട്ട് മുന്നോട്ട് പോയിരുന്നോ? ഇതൊക്കെ വെറുതെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് സംസാരിക്കാന്നല്ലാതെ എന്താണ് ഇവർക്കൊക്കെ പാർട്ടിയിൽ സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ ചുരുക്ക് തീർക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗപ്പെടുത്തുന്നതല്ലാണ്ട് മറുപടി പറഞ്ഞു സമയം കളയാൻ ഞങ്ങൾക്കില്ല. പിന്നെ അത് മാത്രമല്ല, നേരത്തെ ഷാനിബൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഷാനിബിനോട് ഞാൻ ചോദിക്കുന്നത്, ഷാനിബ് ഒരു പൊതുപ്രവർത്തകനല്ലേ? ഷാനിബ് അങ്ങനെയാണെങ്കിൽ ഷാനിബ് ആ കുട്ടിയെ വെച്ച് നിയമ നടപടിയുമായി മുന്നോട്ട് പോയോ? ഷാനിബിനും ഉത്തരവാദിത്തമില്ലേ? പ്രതിപക്ഷ നേതാവിനില്ലേ? പ്രതിപക്ഷ നേതാവിനില്ലേ? ഷാനിബിനേക്കാൾ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിനില്ലേ? ഷാനിബ് എന്താണ് പറഞ്ഞത്? അവിടെ പ്രതിപക്ഷ നേതാവിന് അവിടെ നിൽക്കട്ടെ. ഞാൻ പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കാണ്. അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവിനോട് ഒരു പെൺകുട്ടി വന്ന് പറയുമ്പോൾ നിയമപരമായി അതിനോട് പ്രതികരിക്കേണ്ട ബാധ്യത പ്രതിപക്ഷ നേതാവ് V.D. സതീശനില്ലേ? ദുൽഖിഫിൽ ആരെയാണ് ന്യായീകരിക്കുന്നത്? ഒരു ഉളുപ്പ് വേണ്ട അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ. ശരി, ന്യായീകരിച്ചിരുന്നില്ല. ഞങ്ങൾ ആരെ പാർട്ടി MLA സ്ഥാനം തുടരുന്നു. ഇരകൾക്കെതിരായി പോരാട്ടം, ഇരകൾക്കെതിരായുള്ള പോരാട്ടമാണ് ഇപ്പോൾ സൈബറിടത്ത് നടക്കുന്നത്. വോയിസ് മെസ്സേജ് ആണ് വന്നത്. ആ വോയിസ് മെസ്സേജ് അയച്ച മാധ്യമ പ്രവർത്തകന്മാരെയും അതോടൊപ്പം ആ സംവിധാനങ്ങളെയും ജയിലിലടച്ച സർക്കാരാണ് ഇവിടെയുള്ളത്, പാർട്ടിയാണ് ഇവിടെയുള്ളത്. ആ പാർട്ടി
കോൺഗ്രസിനെ വന്ന് പഠിപ്പിക്കണ്ട എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് അതായത് ഇതിനകത്ത് ശരി ദുൽഖിഫിൽ പറഞ്ഞത് വ്യക്തമാണ്. നേതാക്കന്മാർ ഈ ആരോപണം വന്നവരെ പിന്നീട് അന്വേഷിച്ച് അതേ സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയ പാർട്ടിയാണ്, പാർട്ടിയുടെ നേതാക്കന്മാരും അതിന് അനുഭാവികളുമാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. ശ്രീ ദുൽഖിഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കി വെച്ചത് ആ പ്രസ്ഥാനമാണ് വന്ന് പറയുന്നത്. അതിന്റെ നേതാക്കന്മാർ ഞങ്ങളെ വന്നിട്ട് അങ്ങനെ പഠിപ്പിക്കണ്ട, സദാചാരം ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങളെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല, എവിടെ നിലപാട്, എന്ത് നിലപാട്, എന്ത് നിലപാട് സ്വീകരിച്ചു? താങ്കൾ വെറുതെ പറയുകയാണ്. ഒരു നിർദ്ദേശവുമില്ല, ഒരു നിർദ്ദേശവുമില്ല, തെളിവില്ല, രേഖകളില്ല, നിയമപരമായ ഒരു പരാതിയില്ല. ഇതൊക്കെ പറഞ്ഞ് ഞാൻ എന്നാലും രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ മഹാൻ രാജിവെച്ചത്. തനിക്ക് നേതൃത്വത്തിൽ നിന്നൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരി, അത് തന്നെയാണ്. ദുൽഖിഫിലിന് ഞാൻ കൃത്യമായി സമയം നൽകുകയും ഇത് ചോദിക്കുകയും ചെയ്തതിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യമുണ്ട്. എന്താണ് ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഇത്രയേറെ പെർവട്ടായ, ഇത്രയേറെ അധമമായ സ്വഭാവമുണ്ട് എന്ന് വാക്കുകളിലും നോക്കുകളിലും ഒരാളല്ല, രണ്ടു പേരല്ല, ഒരു ഘട്ടമല്ല, രണ്ട് ഘട്ടമല്ല, 2020 മുതലുള്ള ഡിജിറ്റൽ തെളിവുകളും ശബ്ദവും ഒക്കെ എത്തിയ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ നിങ്ങളൊരു പ്രസ്ഥാനത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ആ ന്യായീകരണത്തിന്റെ പ്രതിഫലനമാണ് ദുൽഖിഫിൽ ഇപ്പോൾ കണ്ടത്. ദുൽഖിഫിൽ ഇപ്പോൾ കണ്ടത്. ശ്രീ ഷാനിബ് താങ്കൾക്ക് മറുപടി പറയാം. അതായത് ഒരു മാറ്റവും ഈ VD സതീശൻ അടക്കമുള്ളവർ നേതൃത്വമായിരിക്കുന്ന ഈ കോൺഗ്രസിലും ഈ യൂത്ത് കോൺഗ്രസിലും ഉണ്ടാകില്ല. വെറുതെ സ്ഥാനത്തിൽ നിന്ന് മാറ്റി ആരുടെയോ കണ്ണിൽ പൊടിയിടുന്നു. ഇത് തന്നെയാണ് ദുൽഖിഫിൽ അടക്കം. ദുൽഖിഫ് ഈ താരതമ്യേന ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുന്ന ഒരാളാണ്. പുള്ളിയിൽ നിന്ന് പോലും വരുന്ന പ്രതികരണങ്ങൾ ക്രോഡീകരിച്ചാൽ അത് ആ പാർട്ടിക്കുള്ളിലെ ഇപ്പോൾ നിലനിൽക്കുന്ന സമീപനമാണ്. നന്നാവില്ല എന്ന സമീപനം അല്ലേ ഷാനിബ്? ഞാൻ പഴയ ദുൽഖിഫിലിനെ ഓർത്തു പോയായിരുന്നു. ഇത്തരം അനീതികളൊക്കെ നടക്കുന്ന സമയത്ത് വളരെ ശക്തമായി കൃത്യമായ ഭാഷയിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ദുൽഖിഫിൽ ഉണ്ടായിരുന്നു. ആ ദുൽഖിഫിലാണ് ഈ സംസാരിക്കുന്ന എനിക്ക് അതിന്റെ നിഴല് പോലും അല്ല ഇപ്പൊ അപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന ദുൽഖിഫിൽ. ഏറ്റു കിടക്കും കല്ലിന് ഉണ്ടാകുന്ന സൗരഭ്യം അതിന്റെ നെഗറ്റീവ് വശമാണെന്നാണ് ദുൽഖിഫിൽ മറുപടി പറയണം. ഷാനിബ് സ്വാഭാവികമായിട്ടും ആ മറുഭാഗത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ അതിന് എനിക്ക് പറയാനില്ല. അതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു പുറത്തു വന്നതാണ്. തീരുമാനിക്കട്ടെ, ഷാനിബിനെ തീരുമാനിക്കട്ടെ. എനിക്ക് മറുപടി പറയില്ല. ഷാനിബ് പറയുന്നത് എന്തൊക്കെയാണ്? ഷാനിബ് നിലപാടുകൾക്കൊന്നും ഒരു മാറ്റവുമില്ല. നിലപാടുകൾക്ക് അതാണ് മാറ്റമില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുന്നത്. അതാണ് ഷാനിബും പറയുന്നത്. ഷാനിബ് ഏതെങ്കിലും നേതാവിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനിബ് ഒരു സംശയം വേണ്ട, ആ പാർട്ടിയിൽ നിനക്ക് നിൽക്കാൻ പറ്റില്ല. അല്ല, അതിനുള്ളിൽ പറയാനും പരിഹരിക്കപ്പെടാനും ഒക്കെയുള്ള ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്. ഒരു ഉൾപാർട്ടി ജനാധിപത്യവും നിങ്ങളുടെ പാർട്ടിയിലില്ല. പരാതി പറയുന്നവരെ എല്ലാം വെട്ടിനിരത്തുന്ന സമീപനമാണ് കാണുന്നതെന്നാണ് അവർ പറയുന്നത്. കൺസ്യൂമർ ഫണ്ടിനെ ചെയർമാൻ ആക്കി വെക്കുക, MLA ആക്കുക, CPM പ്രൈവറ്റ് സെക്രട്ടറി ആക്കുക, CM പ്രൈവറ്റ് സെക്രട്ടറി ആക്കുക. ഈ പ്രശ്നങ്ങളെ ഇങ്ങനെ ലളിതവൽക്കരിക്കുകയും ഇതിനെ ഇങ്ങനെ സമീപിക്കണം. യൂത്ത് കോൺഗ്രസ് അല്ല ദുൽഖിഫിലെ പുറത്ത് വന്നപ്പോ ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? പിണറായി വിജയൻ, സാക്ഷാൽ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്തത്. എന്റെ പൊന്ന് ദുൽഖിഫിലെ ഇങ്ങനെ പറയുക വഴി മഹത്തായ നിങ്ങളുടെ പ്രസ്ഥാനമാണ് ലളിതമായി പോകുന്നത്, ചുരുങ്ങിപ്പോകുന്നത്. നിങ്ങളുടെ പ്രസ്ഥാനമാണ് ചുരുങ്ങിപ്പോകുന്നത്. നിങ്ങളുടെ
പ്രസ്ഥാനമാണ് ചുരുങ്ങിപ്പോകുന്നത്. നിയമപരമായി വന്നു കഴിഞ്ഞാൽ അതായത് ഒരു സംരക്ഷണം കൊടുക്കില്ല. എവിടെ ഇന്നലെ കാണിച്ചത് യൂത്ത് കോൺഗ്രസിന്. എന്നിട്ട് എന്താണ് ആ സ്ത്രീകൾക്കെതിരെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞ എന്താണെന്ന്? ശ്രീകണ്ഠൻ എം പി പറഞ്ഞ എന്താണ്? മാറി നിൽക്കൂ MLA സ്ഥാനത്ത് നിന്ന് VD സതീശൻ പറഞ്ഞോ പിതൃവാത്സല്യത്തോടെ? ശ്രീകണ്ഠൻ തിരുത്തിയിട്ടുണ്ട്. ശ്രീകണ്ഠൻ ഇന്ന് രാവിലെ പറഞ്ഞ സമയത്ത് അത് മാധ്യമങ്ങൾ വലിച്ചെടുപ്പോൾ ശ്രീകണ്ഠൻ 24 മണിക്കൂറല്ല 2 മണിക്കൂർ കഴിയുന്നതിന് മുന്നേ തിരുത്തിയിട്ടുണ്ട്. അത് ഈ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ, അല്ലാതെ ന്യായീകരിച്ചിരുന്നില്ല. അത് പണി പാളുമെന്ന് കണ്ടുകൊണ്ടുള്ള നമ്പറല്ലേ ശ്രീ ഷാനിബ്? ഇതിനകത്ത് കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ ഒരു കൂട്ടത്തിൽ ന്യായീകരണമല്ല, എല്ലാ കുറ്റകൃത്യങ്ങളും കുറ്റകൃത്യങ്ങളാണ്. പക്ഷേ ഒരു കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവർക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ അതിനെ നിയമപരമായി നേരിടുക, അതിനെ മാതൃകാപരമായി നേരിടുക ഒക്കെ ശരിയാണ്, അതൊക്കെ വേണം. പക്ഷെ അതുപോലൊരു ചെറിയ സംഭവമോ അല്ലെങ്കിൽ ഒരു ജനറലൈസ് ചെയ്ത് പറയാവുന്ന ഒരു സംഭവമാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തോടെ ഉണ്ടാകുന്നത്? 2020 മുതൽ നിരവധി സ്ത്രീകളോട്, അതും ഹത്യ അടക്കം, ഭ്രൂണഹത്യ അടക്കം, ജീവഹത്യ അടക്കം നിർബന്ധിക്കുന്ന ഗുരുതരമായ കുറ്റം, തൻ്റെ ദുരിതങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും പെർവട്ടായ അധമമായ സ്വഭാവത്തെ മറച്ചു വെക്കാൻ അത്തരത്തിൽ ഹത്യ വരെ ചെയ്യുന്ന തരത്തിലേക്ക് പ്രേരണ നൽകുന്ന ഒരു ആഴത്തിലുള്ള കുറ്റകൃത്യം, അത് ബോധ്യമായ ഒരു മനുഷ്യനെയാണ് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ ബലി കൊടുക്കുന്നത്. നോക്കൂ, ഒരു പ്രസ്ഥാനത്തെ ബലി കൊടുക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി. ഷാനിബ്, താങ്കളടക്കം പ്രവർത്തിച്ചാണ് ഒരു മതേതര ചേരി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആ മനസ്സോടുകൂടിയാണ് പറയുന്നത്. ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാമോ? അങ്ങനെ ആയാൽ ആ പ്രസ്ഥാനമല്ലേ നശിച്ചു പോകുന്നത്? ഷാനിബ്, തീർച്ചയായും ദുൽകിഫിൽ ഇവിടെ പറഞ്ഞു, KC വേണുഗോപാൽ അദ്ദേഹം 2-3 പ്രാവശ്യം അത് ആവർത്തിക്കുന്നുണ്ട്. പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ രാജിവെച്ചതെന്ന് പറഞ്ഞു. എന്നാൽ അയാൾ രാജിവെക്കുമ്പോ വന്ന് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനമാണ് രാജിവെക്കുന്നത് നോക്കണം. അതുപോലും അയാൾ വന്ന് പറഞ്ഞത് എന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല, എന്നോട് ഒരു സംഘടനയും പറഞ്ഞിട്ടില്ല, എന്നോട് പറയാൻ അയാളുടെ പറയുന്നതിന്റെ ടോൺ എന്ന് വെച്ചാൽ എന്നോട് പറയാൻ അധികാരമുള്ള ആരാ ഇവിടെ ഉള്ളത് എന്ന മട്ടിൽ പറഞ്ഞ് ഞാൻ എന്റെ ഇഷ്ടത്തിന് ഈ ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നത് കൊണ്ട് എന്തിനാണ് ദുൽകിഫിൽ അയാൾ ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്? എന്തിനാണ്? ഈ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നത്, കൂടുതൽ ആക്ഷേപങ്ങൾ ഉയർന്നു വരും എന്ന് വ്യക്തമായ സമയത്ത് അയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. 10, 70, 150 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനമാണ് അയാൾ രാജിവെച്ചത്. ഞാൻ ചോദിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിന്റെ MLA ആണ്. ആ നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഒക്കെ അവരുടെ നിവേദനങ്ങളുമായി അവരുടെ പരിപാടികളിലേക്ക് ഉദ്ഘാടകനായി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളുമായി സമീപിക്കേണ്ട ഒരാളെ ആ പാലക്കാട്ടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ കുറെ ആളുകൾ ഇപ്പോ ഇയാളെ ഒഴിവാക്കി സേഫായി, ഞങ്ങൾ സുരക്ഷിതരായി, ഞങ്ങളുടെ കമ്മിറ്റിയിലെ സഹോദരിമാരൊക്കെ സുരക്ഷിതരായി, പാലക്കാട്ടെ സഹോദരിമാർ ഇത് അനുഭവിച്ചോട്ടെ എന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ പറയുന്നു രേഖാമൂലം ഒരു പരാതി ഇല്ല, സഹോദരിമാർക്ക് സുരക്ഷിതത്വം വേണ്ടേ? എലത്തൂരിലെ സഹോദരിമാർക്ക് സുരക്ഷിതത്വം വേണ്ടേ? നിങ്ങൾ ഇങ്ങനെയാണോ ഒരു വിഷയത്തെ കാണുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഗർഭചിത്രത്തിന് നേതൃത്വം കൊടുത്ത ഒരുത്തൻ ഇവിടെ MLA ആയി, പാലക്കാട് MLA ആയിരിക്കുമ്പോ നിങ്ങൾ ഏതെങ്കിലും കേസുകൾ പറഞ്ഞിട്ടാണോ പ്രതിരോധിക്കേണ്ടത്? നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. നമുക്ക് ആ വിഷയം ഉയർന്നു വരുമ്പോ ആ വിഷയം ചർച്ച ചെയ്യാം, അതിനെ കുറിച്ച് അഭിപ്രായം പറയാം. ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പ്രശ്നം എന്താണ്? മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാൻ അതാണ് ഇതിനകത്ത് ഗുരുതരമായൊരു പ്രശ്നം. ഞാൻ തിരിച്ചെത്താം. പ്രജിവക്കീൽ അഡ്വക്കേറ്റ് പി എ പ്രജി, അതായത് നോക്കൂ, ഈ ഒരു ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ എത്തപ്പെട്ടതോ ആയ ഒരു ആരോപണത്തിന്റെ പേരിൽ നിഴലിച്ച് നിൽക്കുന്നവർ അല്ലെങ്കിൽ ആ പരാതിയുടെ പുറത്ത് നിൽക്കുന്നവർ എന്നതുപോലെ കാണാവുന്ന ഒരു കുറ്റകൃത്യമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു വക്കീൽ എന്ന നിലയിൽ, അഭിഭാഷകൻ എന്ന നിലയിൽ, നിയമപരിപ്രേക്ഷ്യത്തിൽ തന്നെ താങ്കൾ നിരീക്ഷിക്കുന്നത്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുടെ ആവേശം കണ്ട് ഞാൻ യഥാർത്ഥത്തിൽ വളരെ സഹതാപത്തോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ച
യുവതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം ആവർത്തിച്ചിപ്പോ ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല എന്നാണ്. ശരിയാണ്, അവരാരെയും സംരക്ഷിക്കില്ല. കാരണം ആ പെൺകുട്ടി പറഞ്ഞ വളരെ കാതലായ ഒരു ആരോപണം ഇതുവരെയും കോൺഗ്രസോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസോ നേതാക്കന്മാരോ ആരും അഡ്രസ് ചെയ്ത് നമ്മൾ ആരും കണ്ടില്ല. ആ ആരോപണം, പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ കൊണ്ട് ആ സംഘടനയിലെ പെൺകുട്ടികൾക്ക് രക്ഷയില്ല. അതോടൊപ്പം തന്നെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് രക്ഷയില്ല, നേതാക്കന്മാരുടെ മക്കൾക്ക് രക്ഷയില്ല. ഈ വിഷയം അഡ്രസ് ചെയ്യാൻ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി തയ്യാറാണ്. അതിന്റെ മറുപടിയായാണ് അദ്ദേഹം ഈ ചർച്ചയിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല. അതായത് അതിനകത്തെ പ്രവർത്തകരെ സംരക്ഷിക്കില്ല, ഇതുപോലെയുള്ള നരാധമന്മാർക്ക് വിട്ടുകൊടുക്കും. നേതാക്കന്മാരുടെ ഭാര്യമാരെ ഞങ്ങൾ സംരക്ഷിക്കില്ല, ഇതുപോലെ വിട്ടുകൊടുക്കും. അതോടൊപ്പം തന്നെ നേതാക്കന്മാരുടെ മക്കളെ ഞങ്ങൾ സംരക്ഷിക്കില്ല, ഇതുപോലെ വിട്ടുകൊടുക്കും. യഥാർത്ഥത്തിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ സീറ്റൊക്കെ അവിടെ നിൽക്കട്ടെ, സീറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്ന കാതലായ ചോദ്യത്തിന് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ ചങ്കൂറ്റമുണ്ടോ, തന്റെ ഇടമുണ്ടോ? ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? നിങ്ങളുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? നേതാക്കന്മാരുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാനുള്ള തന്റെ ഇടമുണ്ടോ? അതിനെ പ്രതിപക്ഷ നേതാവിന്റെ പേര് പറയാൻ ഒലിമയൊക്കെ പറഞ്ഞ് നമ്മൾ തൻപോരിമ നടിക്കാൻ ശ്രീ സിമി റോസ്ബെൽ ജോൺ, ഒരു കാര്യം, താങ്കൾ നിരവധി കാര്യങ്ങൾ വിശദീകരിച്ചു. 1 മിനിറ്റിൽ താഴെ മാത്രമേ സമയമുള്ളൂ. അതുകൊണ്ട് താങ്കളോട് ഞാൻ ഷാർപ്പായ ഒരു കാര്യം ചോദിക്കുന്നു. ഈ പരാതികൾ ഇങ്ങനെ നിരന്തരം സ്ത്രീവിരുദ്ധമായ വന്ന കാര്യങ്ങൾ, സ്ത്രീകളുടെ പരാതികൾ ഒക്കെ പൂഴ്ത്തിവെച്ച വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് താങ്കളെ എന്തായിരുന്നു വെർബലി, വാക്കാൽ ആക്ഷേപിച്ചത്? സ്ത്രീത്വത്തെ ആക്ഷേപിക്കുന്ന രീതിയിലാണോ സംസാരിച്ചത്? 6 വർഷം താങ്കൾ സഹിച്ചത് എന്താണ്? അതൊന്ന് ചുരുക്കി പെട്ടെന്ന്. അല്ലേ, അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നത് ഞാൻ വീട്ടിൽ പോയിരിക്കണമെന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയാലോ വീട്ടിൽ പോയിരിക്കാനായിട്ട്. എന്നോട് അദ്ദേഹം പറയാൻ ആരാ? എന്നെ എവിടെ വെച്ച് കണ്ടാലും PT തോമസ് ആണ് എന്നെ പൊളിറ്റിക്സിൽ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഫ്യൂണറലിന് എന്നോട് മാറാൻ പറയാണ്. മന്ത്രി രാജീവിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാൻ അവസാനമായിട്ട് കാണാൻ വേണ്ടി ചെന്നപ്പോൾ എന്നോട് മാറാൻ പറയാണ്. അതിനു മുമ്പ് വിനോദ് ഒരു ജില്ലാ നേതാവാണ്. ഇദ്ദേഹത്തിന് ജില്ലാ നേതാക്കളെ കൂട്ടിയാലല്ലേ അനുയായികൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാവൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഇലക്ഷന് ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് എന്നപ്പോൾ സർവ്വവിധ പത്രക്കാരും ചാനലുകാരും അവർ മുമ്പിൽ വെച്ച് ഇങ്ങോട്ട് വരരുത് ആജ്ഞാപിക്കുവാണ്. രാജശാസനമാണ്. ഞാൻ അവിടെ കാൻഡിഡേറ്റ് ആവേണ്ട ഞാനാണേ. ഇദ്ദേഹത്തിനോടുള്ള പക തീർത്തതാണ് ഈ ജില്ലയിലെ കൗൺസിലറായിരുന്ന വിനോദിനെ പിടിച്ച് കാൻഡിഡേറ്റ് ആക്കിയത്. എന്നിട്ട് ആ നോമിനേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് മനോരമയിലെ ശ്രീകുമാറിന് വിഷമം തോന്നിയിട്ട് പിറ്റേ ദിവസം എന്റെ ഫോട്ടോ ഇട്ട് ഞാനൊരു വോട്ട് ചോദിക്കുന്നത്. അത്രമാത്രം ആ പത്രക്കാരൻ എന്നോട് അന്ന് കൈരളി ചാനൽ റിപ്പോർട്ടർ പറഞ്ഞു പരാതി കൊടുക്കണം, പരാതി കൊടുക്കണം. നിങ്ങൾ ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇയാൾ ആരാണ് നിങ്ങളെ ശാസിക്കാനും നിങ്ങളെ തടയാനും ഇയാൾ ആരാണ്? അന്ന് കൈരളി ചാനലിന്റെ റിപ്പോർട്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കണം. അതായത് ഒരു സ്ത്രീയോട് ഒരു പൊതുപ്രവർത്തകയോട് പരസ്യമായി പറഞ്ഞ കാര്യം അവർക്ക് വേദനിച്ച കാര്യമാണ് പറഞ്ഞത് ദുൽഖിഫിൽ. അതിൽ മറ്റു ആക്ഷേപമൊന്നും അവർ പറഞ്ഞില്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് അപ്പൊ അതുകൊണ്ട് അതൊന്നും ശരിയല്ല. കേരളത്തെ പ്രതിപക്ഷ ശ്രീ അഡ്വക്കേറ്റ് പ്രജി ഇത്തരത്തിലൊരു പരാതി എത്തിയാൽ, ഇത്തരത്തിൽ ചുരുക്കി 1 മിനിറ്റിൽ താഴെയാണ്, ഇത്തരത്തിലൊരു പരാതി ലഭിച്ചാൽ, ഇത്തരത്തിലൊരു പരാതി പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഇരിക്കുന്ന ഒരാളിനോട് ഒരു പരാതി പെൺകുട്ടി പറഞ്ഞാൽ, ഒന്നോ അതിലധികമോ പരാതി പറഞ്ഞാൽ എന്താണ് നിയമപരമായി എടുക്കേണ്ട നടപടി? ഒരു പ്രതിപക്ഷ നേതാവിനോടോ ഒരു പൗരനോടോ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനോട് എന്താണ്? യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അതാണ്. പിതൃതുല്യനായ പ്രതിപക്ഷ നേതാവ്, അതാണ് അതിനകത്ത് ഏറ്റവും ഇൻവേർട്ടഡ് കോമയിൽ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെറും പ്രതിപക്ഷ നേതാവല്ല, പിതൃതുല്യനായ പ്രതിപക്ഷ നേതാവിനെ അടക്കം
പരാതി ഈ പെൺകുട്ടി പറയുന്നു. യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന് ആ പരാതി നിയമസ്ഥാനങ്ങളിലേക്ക് അന്ന് തന്നെ ഫോർവേഡ് ചെയ്തില്ല. ബാക്കി കോൺഗ്രസിന്റെ നേതാക്കന്മാരാരും സംഘടനാപരമായി യാതൊരു നടപടികളും എടുത്തില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ സോഷ്യൽ മീഡിയയുടെ മുമ്പിലേക്ക് ആദ്യം വരേണ്ടി വരുന്നു, പിന്നീട് മെയിൻ സ്ട്രീം ചാനലുകളുടെ മുമ്പിലേക്ക് വരേണ്ടി വരുന്നു. എന്നിട്ടും യാതൊരു നാണവും ഒളിപ്പുമില്ലാതെ കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ നിങ്ങൾ എന്നെ ന്യായീകരിക്കണ്ട എന്ന് ഈ ആരോപണ വിധേയനായ ആൾ പറഞ്ഞിട്ട് പോലും ചാനലുകളിൽ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും ഭീതിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളം കടന്നു പോകുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. തീർച്ചയായും പ്രതിപക്ഷ നേതാവിനെ കണ്ണടച്ചുകൊണ്ട് സംരക്ഷിക്കും, ഞങ്ങൾ എന്തു കൊടുത്തും സംരക്ഷിക്കും എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സുഹൃത്തെ. അതാണ് ഷാനിബ്, ഞാൻ ചർച്ച വൈൻഡപ്പ് ചെയ്യാണ്. ഒറ്റ ചോദ്യം, ഷാർപ്പായ ഒരൊറ്റ ചോദ്യം. അതായത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് അത് ദുൽഖിഫിൽ എന്ന് പറഞ്ഞിട്ട്, ദുൽഖിഫിൽ എന്ന് പറയൂ, താങ്കളൊന്ന് വിശദീകരിക്കും പെട്ടെന്ന്. അല്ല, മ്യൂട്ടിന്റെ അല്ല, വേറൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഇടയ്ക്ക് കയറി സംസാരിച്ചതെല്ലാം പോയി. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്ത്രീപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി നിലപാടെടുക്കുന്ന നിയമസഭയിലൊക്കെ അടക്കം എടുത്ത ആളെയാണ് നിങ്ങൾ ഇവിടെ വന്ന് അപമാനിക്കാൻ വർഷക്കാലമായി കയ്യിൽ കിട്ടിയ ഒരു കാണണ്ടേ, അത് കണക്കിലും എന്നിട്ട് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാണ്. ഒറ്റക്കാര്യം, യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണോ ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ജനങ്ങളുടേത്? ഒരിക്കലുമില്ല. ഇപ്പൊ റിനി ആൻ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പ്രതിപക്ഷ നേതാവിന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. വേണ്ട, പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ എന്റെ അടുത്ത് പരാതിയായിട്ട് വന്നു എന്ന്. റിനി ആൻ പറഞ്ഞില്ല, പോട്ടെ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ മകളെ പോലെയുള്ള ആ കുട്ടി എന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. എന്ത് ചെയ്തു? ഹു കെയർസ് അല്ലെ? എന്ത് ചെയ്തു? നിങ്ങൾ എന്താണ് ആ കുട്ടി നിങ്ങളുടെ അടുത്ത് പ്രതിപക്ഷത്തിന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞിട്ട് എന്താണ് ചെയ്തത്? ഞാനിത് പറയട്ടെ. പിന്നെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി പുറത്തു വന്ന് പറയേണ്ട ആവശ്യം വരുമോ? അങ്ങനെയാണെങ്കിൽ ചാനലിലൂടെ പെൺകുട്ടിക്ക് പറയേണ്ടി വരും. ഇടപെടുകയാണ്. ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്, കേൾക്കുകയാണ്. കാര്യം 100 പറഞ്ഞാലും 200 തന്നെയാണ് വലുത്. അതുകൊണ്ട് വസ്തുതാപരമായ ഈ തെളിവുകൾക്ക് മുമ്പിൽ ക്രിയാത്മകമായി പ്രതികരിക്കണമോ വേണ്ടയോ എന്നുള്ളത് കോൺഗ്രസ് ആണ് ആഭ്യന്തരമായി ആദ്യം ചിന്തിക്കേണ്ടത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് വിസ്ഡ പൂർണ്ണമാകുന്നു.